വെരി ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പിടിച്ച പിടിയോട് കൂടിയിട്ട് വാശിയോട് കൂടിയിട്ട് ഇന്നലെ സംഭവം അമ്പലത്തിൽ പോയി പായസം പഠിച്ചു ഒക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്കൊരു പായസം വേണം. കാരണം അമ്മയ്ക്ക് കല്യാണ വീട്ടുകളിൽ പോയാൽ പായസം ഇഷ്ടമാണ്. അമ്പലത്തിലെ പായസം ഇഷ്ടമാണ്. എനിക്ക് അമ്പലത്തിലെ പായസം ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ എന്ന് വെച്ചിട്ട് അമ്മയുടെ പായസം എനിക്ക് വിടാൻ പറ്റുമോ? ഇന്നലെ അമ്മയ്ക്ക് അതിന് പറ്റിയില്ലല്ലോ. അപ്പോൾ ഇന്ന് പിടിയോട് പിടിച്ചുകൊണ്ടൊന്ന് പായസം വെക്കണം. അപ്പോൾ അമ്മയ്ക്കുള്ള ഇവന് ഈ ശർക്കര ഇട്ട പായസമാണ് ഇഷ്ടം. പഞ്ചസാര ഇട്ട പായസത്തിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ പഞ്ചസാരയുടെയും വലിയ താല്പര്യമില്ല. പഞ്ചസാരയുടെ തന്നെ താല്പര്യമില്ല, ശർക്കരയുടെ കുറച്ചൊക്കെ അതന്നെ പഞ്ചാരയുടെ താല്പര്യമില്ല. അപ്പോ ഈ അമ്മ ഇന്നലെ പായസം കുടിച്ച് മതിമറന്നു ഈ അമ്മ. കാരണം ഷുഗറൊക്കെ ഉള്ളതാണല്ലോ, അത്യാവശ്യം കൂടുതൽ പായസമൊക്കെ കഴിച്ച് ഇന്നിപ്പോ പായസം കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പൊ എനിക്ക് വേണ്ടിയിട്ടൊരു പായസം ഉണ്ടാക്കാം. പക്ഷെ കൂട്ടിന് അച്ഛനുണ്ടാവും, എന്നുണ്ടാക്കിയാലും കഴിക്കും. ദിവസം പായസം കൊടുത്താലും കഴിക്കാൻ തയ്യാറായിട്ട് എൻ്റെ അച്ഛനുണ്ട്. അതുകൊണ്ട് അച്ഛനും പറഞ്ഞു അതൊന്നും ശരിയല്ല, എന്തെന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് നീ പായസം ഉണ്ടാക്കേണ്ടതായിരുന്നു. അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നീ ഉണ്ടാക്കണം, അതാണ് അതിൻ്റെ ശരി. വന്നിട്ട് അച്ഛൻ്റെ ഒരു ഭീഷണി കൂടി, ഭീഷണിയല്ല, അച്ഛൻ പറഞ്ഞു ഉണ്ടാക്കിയേ പറ്റൂ പറഞ്ഞു. അങ്ങനെയാണ് അമ്മ ഉണ്ടാക്കണത്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇന്ന് പായസം കുടിക്കാനുള്ള മൂഡില്ലാത്തത് കൊണ്ട് ആ മുഖത്ത് ചെറിയൊരു വൈറ്റ് ക്ലബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചൊവ്വരി കുതിർത്ത് വെച്ചതാണ്, ഒരു അരമണിക്കൂർ വെള്ളത്തിൽ. ഇതിലെവിടെ പഴം? അപ്പുറത്തുണ്ട്. അയ്യോ, അത് പഴമായിരുന്നോ? ഞാൻ കായ അരിഞ്ഞു വെച്ചതൊക്കെ വിചാരിച്ചോ? നല്ലോണം കുതിർന്നിട്ടുണ്ട് ചൊവ്വരി. ഇതാണോ പഴം നെയ്യില് വറുത്ത് വെച്ചതാണ്. ഇത് പഴമായിരുന്നോ? ഞാൻ അമ്മ കായപ്പേര് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതൊക്കെ വിചാരിച്ചു. പഴം അരിഞ്ഞ് നെയ്യില് മൂപ്പിച്ച് വെച്ചു. എല്ലാം സമയം വൈകില്ല. അപ്പൊ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതും നെയ്യില് കുറച്ച് വെച്ചു. പിന്നെ കുറച്ച് ഏലക്ക പൊടിയാണ്, ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അപ്പൊ നമുക്ക് പിന്നെ ശർക്കരപ്പാനി കല്ലുണ്ടെങ്കിൽ വെച്ചിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കി അരിച്ചു വെച്ചു. പിന്നെ ഈ അമ്പു, പിന്നെ ഞാനും പാല്, പിന്നെ ഞാനെന്ന് പറഞ്ഞ അമ്മ എന്താ പായസത്തിന് ഇതാവുമ്പോ പായസത്തിന് ഉള്ളതല്ലല്ലോ അമ്മ. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കണ ആളല്ലേ. അങ്ങനെ ഞാൻ അങ്ങനെ പറയൂ. എത്ര ഐറ്റം പറഞ്ഞിട്ട് പിന്നെ ഞാനും പറഞ്ഞ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് തിളച്ചു. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ കുതിർത്തി വെച്ച ചൊവ്വരി ഇട്ട് കൊടുക്കുക. തിളക്കാൻ വെച്ചിട്ട് ഒരു ഗ്ലാസ് ചൊവ്വരിയാണ്. തിളച്ച വെള്ളത്തിൽ അല്ലേ? തിളച്ച വെള്ളത്തിലേക്ക് ഇത് കുറച്ച് വെള്ളത്തിൽ വെറുതെ അമ്മ തറക്കിച്ചു കൊണ്ടുണ്ടാവും. വെള്ളം തിളയ്ക്കാൻ വെച്ചു, തിളച്ച വെള്ളത്തിലേക്ക് നമ്മളത് ഇട്ട് കൊടുത്തു പറഞ്ഞാൽ കഴിഞ്ഞില്ലേ അമ്മ? അത്രയല്ലേ ഞാനും പറഞ്ഞോളൂ, മനസ്സിലായോ? കണ്ടോ, ഇന്നലെ മുതൽ തുടങ്ങിയ മഴയാണ്. അപ്പൊ കൃഷ്ണൻ ജനിക്കുന്ന ദിവസം മഴയായിരുന്നു അത്ര. അപ്പൊ കൃഷ്ണൻ ജനിച്ച ആ സമയം മഴയോട് മഴയായിരുന്നു എന്നാണ് പറയണത്. അപ്പൊ അതേപോലെയാണ് കണ്ടോ, ഇന്നലെയും മഴ ഇന്നും മഴ അല്ലേ? എല്ലാ കൊല്ലം ഉണ്ടാവും. പിടിക്കുമല്ലോ അമ്മ. ആ സമയം പിടിക്കുന്നത് വരെ അമ്മ ഉണ്ടല്ലോ ഇവിടെ, ഒരു അമ്മക്കഥയും പറഞ്ഞുകൊണ്ട് ഇല്ലേ? ഭയങ്കര എനിക്ക് വലിയ താല്പര്യമായി പോയി. കാരണം എന്താ അറിയോ, ഇതിപ്പോ വെറുതെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അമ്മ അവിടെ തലാട്ടിക്കൊണ്ടിരിക്കുന്ന കാട്ടിൽ എത്രയോ നല്ലതാണ്. അപ്പൊ അമ്മ കഥ പറയുമ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ പിടിക്കുമ്പോൾ ഒരു ടൈം പാസുമാണ് അല്ലേ? എനിക്ക് ഒരു എന്താ പറഞ്ഞാ, നമ്മള് സ്കൂളിലെ പണ്ടൊക്കെ നമ്മുടെ പറഞ്ഞ ഞാൻ അമ്മ ഒരുമിച്ചല്ലല്ലോ സ്കൂളിൽ പോയിരിക്കണത്. നമുക്ക് അമ്മയ്ക്ക് നമുക്കെന്ന് പറഞ്ഞ ഞാൻ അമ്മ ഒരുമിച്ചാണോ സ്കൂളിൽ പോയത്? എന്താ ഈ അമ്മ പറഞ്ഞു? ഉണ്ടമ്മ, നമുക്കെന്ന് പറയുമ്പോ അമ്മയുടെ ഒപ്പമല്ലല്ലോ ഞാൻ കഥ കേട്ടിരിക്കണത്. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഞങ്ങൾക്ക് ഈ കഥയൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾക്ക് ഈ കഥ കേൾക്കാനൊരു നല്ലൊരു ഇൻട്രസ്റ്റ് ആണെന്നുള്ളൂ. അല്ലാണ്ട് ഈ കഥയിൽ ഇങ്ങനെ മോറലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇതുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിയൊന്നും അന്നില്ല. അന്ന് ഭയങ്കര ബുദ്ധിയാണല്ലോ അമ്മയ്ക്ക്. പിന്നീട് ആ കഥകളൊക്കെ നമ്മളിങ്ങനെ ഓർക്കുമ്പോ, പിന്നെ നമ്മൾ കഥകൾ വായിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴും നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് ഈ കഥകൾ വായിക്കാൻ. പക്ഷെ നമുക്ക് ആ കഥകളുടെ ഒരു അങ്ങനെയുള്ള ഒരു ബോധമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ആ കഥകളൊക്കെ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ബോധമൊക്കെ വരുന്നത്. അതിന്റെ ഉള്ളിലൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. അന്ന് പഠിപ്പിച്ചു തന്നതിന്റെ ബോധം എപ്പോഴാണ് നമുക്ക് വരുന്നത്? ബുദ്ധൻ ഏതോ ബോധിമരത്തിന്റെ ചോട്ടിൽ വന്ന പോലെ അമ്മയ്ക്ക് അടുക്കളയിൽ വെച്ചിട്ട് ബുദ്ധി വന്നു എന്ന് വെച്ചാൽ അന്ന് ടീച്ചർമാർ പറഞ്ഞതിന്റെ ബുദ്ധി. ഓരോരോ കഥകൾ ഞാനിങ്ങനെ
എന്ന് വെച്ചാൽ അന്ന് ടീച്ചർമാർ പറഞ്ഞു തന്നതിൻ്റെ ബുദ്ധി ഇപ്പോഴാണ് അമ്മയ്ക്ക് അത് തോന്നുന്നത്. അപ്പോൾ ആ ടീച്ചർമാരുടെ കുഴപ്പമാണോ നമ്മുടെ കുഴപ്പമാണോ എന്നറിയില്ല. നമ്മുടെ കുഴപ്പമാണ് സാധ്യതയുള്ളൂ. കാരണം നമ്മുടെ ഒപ്പം പഠിച്ചവരൊക്കെ നല്ല ബുദ്ധിശാലികളാണ്. ആരുമല്ലേ? അല്ല പിന്നെന്ന് പറഞ്ഞാൽ അപ്പം അമ്മളൊപ്പം പഠിച്ചവരൊക്കെ അമ്മേനെ പോലെ മണ്ടിമാരാ? അല്ല അന്ന് പഠിപ്പിച്ച ടീച്ചർമാരിന് പറഞ്ഞതിന്റെ മോറൽ ലെസൺ എന്താന്നുള്ളത് ഇന്നാണ് നമുക്ക് മനസ്സിലാവണല്ലേ. കുട്ടികളല്ലേ ഒരു കഥ കേൾക്കണ ഇൻട്രസ്റ്റ് കേൾക്കും, അത്രേ ഉള്ളൂ. നിന്റെ അത്രയും കൂടി ബുദ്ധി അന്ന് ഞങ്ങൾക്കില്ല. എന്റെ അത്രയും കൂടി ബുദ്ധി എന്ന് പറഞ്ഞാ നീ ചെറുപ്പത്തിൽ അതല്ലല്ലോ അതിന്റെ അർത്ഥം. നിന്റെ അത്രയും കൂടി ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ. ആ അമ്മ പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഒന്ന് മാത്രമേ ഒരു പ്രപഞ്ച സത്യമാണ് നമ്മൾ മനസ്സിലാക്കണം. അമ്മയ്ക്ക് എത്ര ബുദ്ധിയുണ്ടോ അത്രേ എനിക്ക് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിന്റെ അത്രയും കൂടി ബുദ്ധി എന്ന് അമ്മ പറയുകയാണെങ്കിൽ ഈ അമ്മയുടെ മോനെ അമ്മയുടെ അത്ര തന്നെ ബുദ്ധി ഉണ്ടാവുള്ളൂ. കാരണം ഒന്ന് ഞാൻ അമ്മയുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ് ഒന്ന്. രണ്ടാമത് അമ്മ പറഞ്ഞത് തന്നെ പഠിച്ചതാണ്. അപ്പം എല്ലാം കൊണ്ട് നോക്കുമ്പോൾ എനിക്ക് അമ്മയുടെ അത്ര ബുദ്ധി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമുക്ക് ഇത് ഈ സമയത്ത് നമുക്കിതിൽ ശർക്കര പാനി വെച്ചു കൊടുക്കണം. ശർക്കര പാനിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്ത്? ഇത് ഒന്ന് വെന്തു, അതായത് കുതർത്തി വെച്ചതല്ലേ, ഇതൊരു ഇങ്ങനെ വരും, ഉണ്ടോ? ഇങ്ങനെ വരും. ആ സമയത്ത് ശർക്കര പാനി വെച്ചു. ഞാൻ ശർക്കര പാനിയിൽ കിടന്ന് അത് നന്നായിട്ടൊന്ന് പാകാം. ഞാൻ ക്ലോക്കിലേക്ക് നോക്കി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം പറയുന്നു. അപ്പോൾ അത് നന്നായിട്ട് അതുവരെ നമുക്ക് അപ്പൊ അന്ന് കഥ കേട്ടിട്ട് മനസ്സിലാവാത്ത അമ്മ അതിൻ്റെ ഒരു ഓർമ്മ അത്. പിന്നെ നമ്മൾ കുറേ കഥകൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ അല്ല ഞങ്ങളുടെ ചെറുപ്പത്തിൽ വായിക്കുക. ഞങ്ങൾക്ക് മൊബൈല് അങ്ങനെയുള്ള ടി വി ഒന്നും ഇല്ല. അന്ന് ടി വി ഒക്കെ ഉണ്ടായതൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ മൊബൈലും കൊണ്ട് അമ്മാനാടായിരുന്നല്ലോ. ഞാൻ നിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞു. ഞാൻ അങ്ങനെ എന്റെ ബാല്യത്തെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ ചെറുപ്പത്തിലെ. അപ്പൊ നിന്നെ ഞാൻ വല്ലതും പറഞ്ഞു എന്തിനായി ക്ഷണിക്കാത്ത ശക്തിക്ക് ഉണ്ടാകാൻ പറ്റുന്നത്? അമ്മ ഇന്നലെ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്, എടാ മോനെ ഞാനും കുട്ടിയാണ് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെ അമ്മ കുട്ടിയാവാ പറയുമ്പോൾ എടാ മോനെ അമ്മമാർ കുറച്ച് പ്രായമാകുമ്പോൾ മക്കളെ കുട്ടിയോടെ പോലെ കാണണം പറഞ്ഞില്ലേ. അമ്മ ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അമ്മ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത പറഞ്ഞതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട്. അപ്പോൾ കുട്ടിയോടെ പോലെ കാണണം മോനെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ കാണും അപ്പുറത്തെ വണ്ടിക്കാരൻ ഇപ്പുറത്തെ വണ്ടിക്കാരൻ അമ്മേനെ കുട്ടിയാണ് വന്നിട്ട് കാണുമോ? അല്ല റൈറ്റിലേക്ക് നോക്കില്ല ലെഫ്റ്റിലേക്ക് നോക്കില്ല, നേരെ നോക്കി പോവാ. നമ്മുടെ വീടാത് മെയിൻ റോഡല്ലേ, ശ്രദ്ധിക്കണ്ടേ അമ്മ? അമ്മ ശ്രദ്ധിച്ച് നടക്കാമെന്ന് പറഞ്ഞതിന് അങ്ങനെ ആ ശബ്ദം എത്രത്തോളം വന്നതിനാണ് അമ്മ പറഞ്ഞത്. അത് ഇത്ര ശബ്ദമായിട്ട് സംസാരിക്കാൻ പാടില്ല, കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ പോലെ സംസാരിക്കണമെന്ന്. എന്താ അമ്മ മഹാഭാവം. അതിന് എൻ്റെ ഒപ്പം വരണേ. അച്ഛനാണെങ്കിൽ 1 കിലോമീറ്റർ മുമ്പർത്ത്, അമ്മയാണെങ്കിൽ നടുക്കിൽ. ഏതോ എന്താ പറയാ ഓട്ട മത്സരത്തിന് പോകുമ്പോഴല്ലേ പോകണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ അമ്മയുടെ ഒപ്പം. അപ്പം ഞാൻ ഒപ്പം നടക്കണ്ടോന്നൊന്ന് നോക്കട്ടെ അമ്മ. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴൊക്കെ അമ്മ അതാ റോട്ടിനെ നടുക്കിൽ നിൽക്കണം. ആ മനസ്സിലായി. അപ്പൊ ആ കഥകളൊക്കെ ഓർക്കുമ്പോ അങ്ങനെ ഒരു ഞാൻ പറയാം, ഇപ്പൊ നമ്മള് ഒരാള് സംസാരിച്ചോണ്ടിരിക്കുകയാണ്, ഇപ്പൊ നീ എന്നെ സംസാരിക്കുകയാണെന്ന് വെച്ചാൽ എന്തിനാ എല്ലാത്തിനും എന്നെ പിടിക്കണത്? പിന്നെ ഞാനിപ്പോ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ പറയാ? അപ്പൊ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയട്ടെ. അപ്പുറത്തിരിക്കുന്ന അച്ഛൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് മതി. അല്ല ഞാൻ തന്നെ ആയിക്കോട്ടെ. ശരി ഞാൻ തന്നെ ആയിക്കോട്ടെ. അപ്പൊ സംസാരിക്കുകയാണ് ഒരാള്, ഭയങ്കര ബുദ്ധിയാണ്, എനിക്ക് ഭയങ്കര അറിവാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പൊ നിനക്ക് നിന്റെ വിചാരം ഞാനാണ് എല്ലാം തെരഞ്ഞവൻ, എനിക്ക് ഒരുപാട് അറിവുണ്ടെന്നാണ്. ഇതിന് തന്നെയാണ് എന്നെ തെരഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നോടാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് ചിലപ്പോ നിന്നെക്കാളും അറിവുണ്ടായിരിക്കാം, പറയാൻ പറ്റില്ല. പറയാ ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. മിണ്ടാണ്ടിരിക്കേ, നീ വെറുതെ ഓരോന്ന് പറയല്ലേ. അപ്പോ നീ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം പറയോ? മൗനം വിദ്വാൻ ഭൂഷണം എന്ന് കേട്ടിട്ടുണ്ടോ? അത് ശരി, ഇവരെന്താണല്ലേ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ തർക്കിക്കാനേ നിൽക്കരുത്. കാരണം എന്താ പറഞ്ഞാ ആ കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി അറിയുന്ന ഞാന് നീ പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നിന്നോട് തർക്കിക്കാൻ നിന്നാ നീ എന്താ പറയാ? നീ പറഞ്ഞത് തന്നെ ശരിയാന്നുള്ളൂ പറയൂ. കാരണം എന്താ അറിയോ, നിനക്ക് അല്പസ്വല്പം അറിവുണ്ടാവുള്ളൂ. എന്നാ നിന്നെക്കാളും കുറച്ച് കൂടുതൽ അറിവ് എനിക്കുണ്ടാവും. അപ്പൊ ഞാൻ മിണ്ടാണ്ട് അത് കേട്ടിരിക്കണം. അതാണ് ഈ കഥയിൽ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ അതാണോ ഈ മൗനം വിദ്വാനാഭൂഷണം എന്നൊക്കെ പറയണത്?
ഒരു ഒരു കാട്ടില് ആ ആ കാട്ടില് ആ കാട്ടിൽ തന്നെയാണ് പ്രാണികളൊക്കെ ഉണ്ടാവുക, മൃഗങ്ങള് മൃഗങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ കാട്ടില് മാത്രമൊന്നല്ല വേറെ സ്ഥലത്തും ഉണ്ടാവും. ഞാൻ പറയുന്നത് ആ ശരി, കാട്ടില് മതി. കാട്ടില് മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഒരു കഴുത നിന്നിങ്ങനെ നല്ല പുല്ല്, നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് പുല്ല് നിന്നോണ്ടിരിക്കുകയാണ്. അത് തല പൊന്തിച്ച് നോക്കണേയില്ല, തിന്നണ ഒരേ ഒരു തീറ്റ എന്നുള്ളത് ഒരൊറ്റ ഇതിലാണ് അത് തിന്നോണ്ടിരിക്കുക. അപ്പൊ അതിനെ ഒരു പുലി വന്നു. പുലി എന്ത് ചോദിച്ചു? കഴുതനെ തിന്നാൻ വന്നു, വേട്ടയാടാൻ വന്നു. ഇത് അടി പിടിക്കേണ്ട അവസ്ഥയിലാണ്. അതിന് വീട്ടിൽ അപ്പൊ പുലി ചോദിച്ചു, ആഹാ നീ ആരും ഒന്നും സദ്യയൊന്നും ഇല്ല അല്ലേ, പുല്ല് നിന്നോണ്ടിരിക്കണില്ലേ, നല്ല പച്ച പുല്ല്, നല്ല സന്തോഷമായി കാണൂല്ലേ എന്ന് പറഞ്ഞു. കഴുത വേറെ തല കൊണ്ടിച്ചിട്ട്, ഞാൻ നിങ്ങളിത് പച്ചപ്പുല്ലെന്നല്ല നീലപ്പുല്ലാണ്, പുല്ല് നീലയല്ലേ ഇത്, ഇതെന്താ പച്ചാന്ന് പറഞ്ഞു. അപ്പൊ പുല്ല് ഇതെന്തായി, പുല്ലിനെ അവിടെ ഒരു നീല നിറം ഉണ്ടാവുക, പച്ചയല്ലേ ഉണ്ടാവുക, എന്താ ഈ കഴുത അങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട്, എന്താ നീ പറയുന്നത്, അത് പച്ചപ്പുല്ലാണ്. അല്ലാന്ന് ഞാനത് ചെറുപ്പം തൊട്ട് കഴിക്കാൻ, ഞാൻ എത്ര കാലമായിട്ട് പുല്ല് തിന്നുന്നത്, നിനക്ക് വല്ലതറിയോ, നീ പുല്ല് തിന്നില്ലല്ലോ. അപ്പൊ ഇത് പുല്ല് നീലയാണ്. ഇത് തർക്കിച്ച് എന്ത് പറഞ്ഞാലും കഴുത തോറ്റും കൊടുക്കുന്നില്ല, ഇത് തർക്കിക്കുന്നത് പുലിയേറ്റ വിടുന്നുമില്ല. അവസാനം രാത്രിയായി. ഇനി ഇതിന് നമുക്ക് ഉത്തരം തേടിയിട്ട് ഇതിനൊരു തീർപ്പ് ഉണ്ടായേ പറ്റുക, നമുക്ക് രാജാവിൻ്റെ തീർക്കുക എന്നിട്ട് സിംഹത്തിൻ്റെ തീർപ്പ്. സിംഹത്തിൻ്റെ കൊണ്ടുള്ള സിംഹ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങേണ്ട തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് പോയപ്പോൾ പറയും, എന്താ വന്ന് ഞങ്ങൾക്ക് ഒരു കാര്യത്തിൻ്റെ തീർപ്പ് ഒന്ന് പറയണം. അതിനൊന്നും ഇപ്പോൾ സമയമില്ല, ഇപ്പം എൻ്റെ ഉറങ്ങുന്ന സമയമാണ്, ഈ സമയത്താണ് വരിക, ആ സമയത്ത് പറയും. അയ്യോ ഞങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ എങ്ങനെയായി, ഇന്ന് ഇതിനൊരു ഇതില്ലാണ്ട് ഞങ്ങൾക്ക് സമാധാനമില്ല, രാജാവ് ഒരു കരുണ കാട്ടണം പറയും. എന്താണ് അവസാനം രാജാവിന് ദേഷ്യവും ഒക്കെ വരും. എന്താണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞിട്ട് പോകുമെന്ന് പറയും. അപ്പോൾ ഈ കഴുത പറയാണ്, ഈ കഴുതത്തിന് പുല്ല് പച്ച നിറമല്ലേ, അത് നീലയാണെന്നാണ് കഴുത പറയുന്നത്. അപ്പോൾ കഴുതയോട് ഇങ്ങനെ നോക്കൂ രണ്ടുപേര്, ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതാണോ നിങ്ങൾ തർക്കിച്ചത്? അതേ രാജാവേ. അപ്പോൾ കഴുതയോട്, എത്ര കാലമായിട്ട് നീ പുല്ല് തിന്നുണ്ട്? ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ആഹാരം തന്നെയല്ലേ പുല്ല് പറയും. അപ്പോൾ അതിൻ്റെ നിറം എന്താണ്? നീല. അത് ശരി, നിൻ്റെ പാലം തന്നെയാണ് ശരി, നീ പൊക്കാവെന്ന് പറഞ്ഞിട്ട് അതിനെ വിടും. എന്നിട്ട് നിനക്ക് 6 മാസം, പുലിയോട് പറയുന്നു, 6 മാസം നീ ഒരാളോടും ഉരിയാടാതെ ഇരിക്കണം, ആരുടെ സമ്പർക്കം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണം, അതാണ് നിനക്കുള്ള ശിക്ഷ എന്ന് പറയും. അപ്പോൾ പുലിക്ക് ആകെ വിഷമാവും. അപ്പോൾ പറയും, രാജാവേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ശിക്ഷ വിധിച്ചത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ, പുല്ലിന് പച്ച നിറമല്ലേ, നീല നിറമാണോ? ആ തെറ്റ് പറഞ്ഞ കഴുതയെ നിങ്ങൾ വെറുതെ വിട്ടിട്ട് എന്നെ നിങ്ങൾ ശിക്ഷിക്കുകയാണല്ലോ പറയും. നിന്നെ ശിക്ഷിച്ചത് പുല്ലിൻ്റെ നിറം പച്ച നീല എന്നുള്ള കാര്യത്തല്ല, നീ പുലിയല്ലേ, അത് കഴുത. സാധാരണ മനുഷ്യരില്ലേ, അവരാണെന്ന സൃഷ്ടിയിൽ ഒരുപാട് ബുദ്ധിയുള്ള ആൾക്കാർ. അവരെന്താ പറയുക, വല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയും, അവൻ പുലിയാണ്, അല്ലെങ്കിൽ അവൻ പുലിയെ പോലെയാണ്, അവൻ എന്താ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് മുഴുവൻ പുലിനെയാണ് ഉപമ പറയുക. കഴുതേനെന്താ പറയുക, ബുദ്ധിയില്ലാത്ത കഴുതയുടെ സ്വഭാവമാണ്. അങ്ങനെ എന്ത് ഒരു തെറ്റ് ചെയ്താലും കഴുതയെ ഉപമിക്കും. അപ്പോൾ നീ ഒരു പുലിയാണല്ലോ, നീ അത് അങ്ങനെയുള്ള ഒരാൾ, നീ ആ ബുദ്ധിയില്ലാത്ത കഴുതയാണെന്ന് അറിഞ്ഞിട്ടും നീ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ നീ അതിനോട് തർക്കിച്ചല്ലോ. അത് പുല്ല് പച്ചയാണെന്ന് നിനക്കറിയാമല്ലോ, ബോധ്യമുണ്ടല്ലോ. അപ്പം അത് പറയുന്നത് നീലാന്നുള്ളത് തെറ്റാണെന്നും അറിയാമല്ലോ. അപ്പം അത് ഇനിയിപ്പോൾ എത്ര മാസങ്ങളോളം തർക്കിച്ചാലും അതന്നെ പറയുള്ളൂ ഇത് നീലാന്ന്. ഇപ്പം ഞാൻ ചോദിച്ചാലും പറയും അത് നീലയാണ്. അപ്പോൾ നീ അത് തർക്കിക്കാൻ നിന്ന് നിൻ്റെ അല്ലേ തെറ്റ്, അതിന് ബുദ്ധിയില്ല, അതങ്ങനെ പറഞ്ഞു. നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, നീ അതാണോ ചെയ്യേണ്ടത്? അതും അല്ലാണ്ട് നീ എൻ്റെ ഉറക്കം കെടുത്തി, ആ സമയം എൻ്റെ ഉറക്കത്തിൻ്റെ സമയത്തിൽ വന്നിട്ട് എന്നെ ബുദ്ധിമുട്ടി, ഇത് എല്ലാത്തിനും കൂടിയിട്ടാണ് നിനക്ക് ശിക്ഷ. അപ്പോൾ എന്താ പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്ക്, ഈ തർക്കിക്കാൻ നിൽക്കുമ്പോൾ ഈ പുലി ബുദ്ധിയുള്ള സാധനമാണ്. അപ്പോൾ നമ്മളൊരു മനുഷ്യന്മാരോട് അതേപോലെയാണ് തർക്കിക്കുമ്പോൾ എന്ത് വിചാരിക്കുന്നത്, അവർക്ക് തർക്കിക്കുകയാണെങ്കിൽ അവർ അല്പം ബുദ്ധിയുള്ളവരാണ്. എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയാണോ
അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന കുറേശ്ശെ ജ്ഞാനം കയ്യിലെടുത്തിട്ടുണ്ടാവും. അവർ ഒരുപാട് ജ്ഞാനികളാണെന്ന് സ്വയം അറിയിക്കാൻ ശ്രമിക്കും. എന്നാൽ ഒരുപാട് അതൊക്കെ അറിയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? ഈ പറയുന്ന വ്യക്തിയുടെ വർത്താനം കൂടി കേൾക്കും. എന്തിനറിയോ? അതിൽ എത്രത്തോളം അവൻ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ അവനോട് തർക്കിച്ച് കഴിയുമ്പോൾ വെറുതെ ആ സമയം പോകും. കാരണം അല്പൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. ഞാൻ തന്നെയാണ് ശരിയെന്ന് വാദിക്കും. അപ്പോൾ വിദ്വാൻ എന്ത് ചെയ്യും? മിണ്ടാണ്ടിരുന്നിട്ട് അവൻ പോയതിന് ശേഷം കേൾക്കാൻ താല്പര്യമുള്ളവരോട് മാത്രം പറയും, ഇങ്ങോട്ടിപ്പോൾ പറഞ്ഞാൽ ഒന്നും ശരിയല്ല, ഇതാണ് ശരിയെന്ന് പറയും. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയാം, തർക്കിച്ച് വെറുതെ അവനവൻ്റെ സമയവും അവനവൻ്റെ വിലയും കളയാണ്ടിരിക്കാൻ. ഇപ്പോൾ പുലി പലരും ഉപമിക്കില്ല, നീ പുലിയാണെന്ന്. അതുപോലെ നീ പഠിച്ച വിദ്യയ്ക്കും നീ പഠിച്ച ഒന്നിനൊരു വിലയുണ്ടാവില്ല. ഇങ്ങനെ നിനക്കുള്ള വിദ്യ എന്ന് മാത്രമല്ല, നിനക്ക് അറിയുന്ന അറിവിനൊരു വിലയുണ്ടാവില്ല. ഒരു അറിവില്ലാത്തൊരു വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ 100 കാര്യങ്ങൾ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാമെന്ന് അറിഞ്ഞിട്ട് പോലും അതിനേക്കാളും മുകളിൽ എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് നിശബ്ദമായി കേൾക്കുക. അവിടെ തർക്കിച്ച ആ അല്പനും നിങ്ങൾ തുല്യാവുമെന്നാണ് അമ്മ പറഞ്ഞത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അന്ന് സ്കൂളിൽ നമ്മുടെ ടീച്ചർമാർ പറഞ്ഞിട്ട് അതിൻ്റെ മോറൽ ലെസൺ എന്താണെന്ന് മനസ്സിലാക്കാത്ത അമ്മയല്ല ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മ ഒരു ഉപമ പറയാന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ആ കഴുതയെ കയറ്റി അവിടെ വെക്കാൻ എന്താണ് കാരണം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തുടക്കത്തിലേ മനസ്സിലായി. എന്തറിയോ? കഴുത പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് പറയുമ്പോൾ തന്നെ അച്ഛൻ വേണ്ട, അല്ലെങ്കിൽ അവനും വേണ്ട, വിനുവും വേണ്ട. അവനും മകനല്ല, അവനിടയ്ക്ക് അപ്പൊ അപ്പുറത്ത് അച്ഛനുണ്ടല്ലോ. അമ്മ 1 minute പ്ലീസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദുബായിലൊരു മകനുണ്ട്, അപ്പുറത്തെ റൂമിലൊരു അച്ഛനുണ്ട്. ഇവരുണ്ടല്ലോ ഇവിടെ. അപ്പൊ അവർ ഇവിടെ നിൽക്കണം എന്നൊന്നുമില്ല, പറയാം അച്ഛൻ അല്ലെങ്കിൽ വിനോദ് മോൻ. എന്നാൽ ഇതിലെന്തോ പക്ഷെ ഞാന് അമ്മ ടീച്ചറെ പഠിപ്പിക്കുമ്പോഴുള്ള വിദ്യാർത്ഥി ഇല്ലേ, അമ്മ ആ വിദ്യാർത്ഥിനെ പോലെ അല്ല. ഞാൻ അപ്പം തന്നെ ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ്? കഥയൊക്കെ കറക്റ്റാണ്, മോറൽ ലെസനൊക്കെ കറക്റ്റാണ്, മൗനം വിദ്വാന ലക്ഷണം അതൊക്കെ ഓക്കെ, സമ്മതിച്ചു ഞാൻ. പക്ഷേ എന്താണ് ഈ കഴുതേനെ കറുവപ്പേരനൊക്കെ ഉപയോഗിക്കുമ്പോൾ അമ്മ എൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് എന്നെ മാത്രം ഉപമയാക്കണമെന്നാണ് എനിക്ക് ഇന്ന് വരെ മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞത് അതല്ല എന്ന് നിനക്ക് മനസ്സിലായി. കാരണം നമ്മുടെ നേരിട്ട് ഒരാൾ നിൽക്കുമ്പോൾ നമ്മളൊരാൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുകയോ, അതെ എന്റെ സ്ഥാനത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ പറയില്ലേ? അപ്പൊ അത് എന്നെ പോലെ അവരാവണം. അല്ല, അതിൽ 2 സംഭവം ഉണ്ടായിരുന്നല്ലോ. ഒരു പുലി ഉണ്ടായിരുന്നല്ലോ തർക്കിച്ചിരിക്കുന്നു, അതാക്കായിരുന്നല്ലോ അമ്മ. അല്ലെങ്കിൽ അപ്പുറത്തൊരു രാജാവ് ഉണ്ടായിരുന്നല്ലോ, സിംഹം, അതാക്കായിരുന്നല്ലോ. 3 പേരെ ഇവിടെ നിർത്തായിരുന്നല്ലോ, ആ അനുമോടെ എന്നെയും വിനുവിനെയും. ഒന്നിനെ കഴുതാക്കായിരുന്നല്ലോ, എന്നെ ഒഴിവാക്കിയിട്ട്. അയ്യോ അങ്ങനെയല്ല, അതന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് ഒരു മണമില്ല. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ളതിനെ കയറി അങ്ങോട്ട് ആണിയടിച്ചു. അമ്പടി അമ്മ. ഇരിക്കട്ടെ ഏട്ടാ, ഞാനൊരു കഥ പറയും. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചതാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ കാണണ്ട. അതൊക്കെയാണ് പൊടിച്ചത്. ഞങ്ങളെങ്ങനെ മനസ്സിലാക്കുക? എങ്ങനെ വിശ്വസിക്കുക? എനിക്ക് വിശ്വാസമാണ്. അത് പൊടിക്കണം അമ്മ കാണിക്കണമായിരുന്നു. ബുദ്ധിമുട്ടാണ്, വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ അമ്മക്ക് എന്തിനാ കല്ലിടുന്ന? ഇതൊപ്പം 1 കല്ല് ഉപ്പ് കല്ലിട്ട് കൊടുക്കണം. ഉപ്പ് അത് ഏത് മധുരമാണെങ്കിലും ബാലൻസ് ചെയ്യാനേ. ഏതാ ഈ ഉപ്പ് കല്ല്? അതെനിക്ക് മനസ്സിലായില്ല. കല്ലുപ്പാണോ? കല്ലുപ്പ് എന്ന് പറയാമോ? ഉപ്പ് കല്ല് ഇത് ഏത് നാട്ടിലെ ഭാഷയാണ് ഉപ്പ് കല്ല് എന്നുള്ളത്? അമ്പടി അമ്മ, നീ പുതിയ ഭാഷയും കണ്ടുപിടിച്ചോ? അങ്ങനെ ഈ കഴുത പുലിയുടെ കഥയൊക്കെ നമുക്ക് ഓർമ്മ ഒന്നുമില്ലേ? ഇനി ഒരുപാട് കഥകൾ ഓർമ്മ വരാനുണ്ടല്ലേ? അല്ല, ശരിക്കും നമ്മളെ അന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ നമുക്ക് എത്ര നല്ലത്. ഇപ്പൊ എന്താ അതിന് ഞങ്ങളുടെ LKG-ലൊന്നും പോയി ഇരിക്കാറില്ലല്ലോ, പറയാറുണ്ടാവും. ഈ പാല് ഇതായിട്ടോ. അപ്പൊ ഈ പാലൊഴിച്ചിട്ട് നമുക്ക് പാലൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്യണം. തന്നെ ഇരുന്ന് ഉണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തള കയറണ്ട, ഒന്നും കൂടെ ചെറുതായിട്ടാവുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. എന്നിട്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. അത് എത്ര വേണേലും ഇടാം കേട്ടോ. അവനവൻ്റെ ഇഷ്ടം. ഇതാണ് പായസം. നല്ല ഭംഗിയുണ്ട് പായസം കാണാം കേട്ടോ. കുടിക്കാനും നല്ല സ്വാദായിരിക്കും ഇത്. കാരണം എന്താ പറഞ്ഞാൽ ഇത് ചൊവ്വരിയല്ലേ. നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇടും അത്രത്തോളം നല്ല. അത് നമ്മുടെ ഇഷ്ടത്തിനിടാം, നല്ലതാന്നല്ല.
നമുക്ക് നല്ലതല്ലേ. ഇപ്പൊ പഴവും ഈ ചൊവ്വരിയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടി കിടക്കുമ്പോൾ കൂട്ടി കഴിക്കാൻ നല്ല. ഇനി ഒരു പ്രാവശ്യം അരിപ്പായസം ഉണ്ടാക്കി കാണിച്ചു. ഇനി ഒരു ദിവസം നമുക്ക് അരിപ്പായസം ഉണ്ടാക്കി തരാം. ഇതാണ് സത്യമായിട്ടും പറയുകയാണെങ്കിൽ ഇതിനെക്കാളും ഇഷ്ടം അതാണ് ഇത് അരിപ്പായസം. അപ്പൊ ഇനി ഉണ്ടാക്കുമ്പോൾ ഓണക്കല്ലേ വരാൻ പോണ്. അപ്പൊ നമുക്ക് അരിപ്പായസം കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ പണി. ഇത് ഈസിയാണ് കണ്ടോ. അപ്പോൾ അത് അമ്മ കപ്പിലിട്ടിട്ട് കഴിക്കുന്നുണ്ടോ? വേണ്ട, ഇപ്പം ഇങ്ങനെ പോലെ കണ്ടോ. ഇത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കണ്ടോ, നല്ല രസം. അത് ചൂടാണ്. ഇപ്പം എങ്ങനെ അമ്മ കഴിക്കുക? അപ്പം ഇത് കഴിക്കുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ, ഇതിപ്പോൾ ഇത്ര ഇല്ലേ, ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ശരിക്കും ഒരു പായസത്തിന്റെ പ്രതീതി ആയിരിക്കില്ല. എന്തോ കഴിച്ച പോലെ ഉണ്ടാവും. ഇതിങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല ഇങ്ങനെ. അപ്പൊ ഇതിങ്ങനെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പായസമാണെന്ന് തോന്നില്ല. ഇത് ഫ്രിഡ്ജിലൊക്കെ തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ എന്തായാലും ഇന്ന് എന്നെ കഴുതാന്ന് എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ട്, പറയാണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴുതാന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞ്, ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയണ്ടേ? എനിക്ക് അറിഞ്ഞേ പറ്റൂ. വേണ്ട, ഞാൻ കഥ പറഞ്ഞു. നിന്നെ അല്ല, വേറെ ആരെ. ഉപമ മാറ്റിയോ? വേണ്ട, ഇനിയിപ്പോ അതിന്റെ ഉത്തരം വരട്ടെ അവിടുന്ന്. ഇത് ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അമ്മ ഉപമ പറയുമ്പോ എന്നെ മാത്രമാക്കിട്ട് പറഞ്ഞു. അമ്പടി അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് രണ്ടുപേരും നിന്നിട്ട് നീന്നല്ല ആരെങ്കിലും എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോ ഞാൻ പറയും, എന്റെ സംസ് നിങ്ങളൊന്ന് ഓർത്തു നോക്കുന്നു, അത് തെറ്റാണോ? അതുപോലെ തന്നെയാണ് എന്തിനാണ് സ്വഭാവം. അപ്പൊ ഇതുപോലെ പുലിയും സിംഹവും കരടിയും സന്യാസി രാജാവുമായി വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും ഈ ഇഷ്ടമാണോ? എന്നാ ഞാൻ ഇങ്ങനെ പല കഥകൾ ഇങ്ങനെ ഓർത്തോർത്തിട്ട് എനിക്ക് എത്ര അറിയാം അത്രയും പറയാം. എനിക്കിഷ്ടാണ്. അവർക്ക് ഇഷ്ടാവും. എന്ന് വെച്ചാ അല്ല, എന്നാലും ഇതൊരു രസം എന്താ അറിയാമോ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ബാല്യകാലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാണ്. അമ്മ പോലും ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പം കഥ പറയണു, ഉപമ പറയണു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഉള്ളിലൊരു കുട്ടിത്തം വരികയാണ്. കാരണം എന്താ പറഞ്ഞാൽ അമ്മ പഴയ കാലത്തെ കഥകളിലേക്ക് അമ്മ തിരിച്ചു പോകുമ്പോൾ അമ്മ അറിയാതെ ആ നിമിഷങ്ങൾ, കുറച്ച് നേരങ്ങൾ അമ്മ ആ ബാല്യകാലത്തേക്ക് അമ്മ അറിയാണ്ട് യാത്ര ചെയ്യുന്നില്ലേ. അമ്മ ഈ കഥ ചിന്തിക്കുമ്പോൾ അമ്മ യഥാർത്ഥത്തിൽ ആ സ്കൂൾ കാലഘട്ടത്തേക്കോ അല്ലെങ്കിൽ അമ്മ അന്ന് പണ്ട് പഠിച്ച ആ പുസ്തകങ്ങളിലേക്കൊക്കെ അമ്മ ഒന്ന് തിരിച്ചു പോകണില്ലേ. ആ തിരിഞ്ഞു നോട്ടമാണ് അമ്മ ജീവിക്കുന്നത്. അപ്പോൾ അമ്മ അത് പറയുമ്പോൾ അമ്മ ആ പാസ്റ്റിലേക്ക് കടന്നു പോകുമ്പോൾ ഏറ്റവും ഗോൾഡൻ പീരീഡ്, ലൈഫിലെ ഏറ്റവും ഗോൾഡൻ പീരീഡിലേക്ക് ഒന്ന് യാത്ര ചെയ്തു അമ്മ. അതിൻ്റെ ഒപ്പം തന്നെ അമ്മയുടെ ഒപ്പം തന്നെ ഞങ്ങളും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനും ഈ ഫീലിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഞാനും കേട്ട കഥയാണിത്. അപ്പോൾ നമ്മളൊക്കെ ഈ ഫീലിങ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആ ചെറിയ കാലത്ത്, ആ ചെറിയ പ്രായത്ത് നമ്മളായിരുന്ന ബെഞ്ച്, നമ്മളോട് പറഞ്ഞു തന്ന ടീച്ചറിൻ്റെ മുഖമൊക്കെ അറിയാതെ മുഖത്തിന് മുമ്പത്ത് വന്ന് മിന്നിപ്പോകുന്ന ഒരു രീതി, അങ്ങനെ ഒരു പ്രത്യേക നോസ്റ്റോളജി ഉണ്ട് നമ്മുടെ ഈ കഥകളിലൊക്കെ. അപ്പോൾ ഈ കഥകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും നമ്മൾ പാചകത്തിനൊപ്പം ഒരു കഥ പറയുമ്പോൾ നമ്മളറിയാതെ അമ്മയോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്നു, നമ്മോടൊപ്പം അവരും സഞ്ചരിക്കുന്നു. അങ്ങനെ ഒരു കുടുംബം മുഴുവനും ഒരു നോസ്റ്റോളജിക് ഫീൽഡിലേക്ക്, ഒരു പാസ്റ്റിലേക്ക് സഞ്ചരിച്ച് വീണ്ടും ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ. അമ്മ ഒരു പൈലട്ടോ അങ്ങനെ ബാക്ക് കൊണ്ടുപോയി ഫ്രണ്ട് കൊണ്ടുവരും എത്ര പെട്ടെന്ന്. അപ്പൊ അങ്ങനെ ഈ പായസം ഉണ്ടാക്കാനേ ഒരു 10 മിനിറ്റ് മതി. അപ്പൊ ഓണക്കല്ലേ, അപ്പൊ നിങ്ങൾ പലതരം പായസം വെക്കില്ല. അപ്പൊ ഇത് ഒരു ദിവസം ഇത് വെച്ച് നോക്കൂ കേട്ടോ. 10 മിനിറ്റാ വേണ്ടു. ഇതിന് അധികം സമയമൊന്നും വേണ്ട, ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചു വീടിന്റെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇളക്കിയൊക്കെ നിൽക്കേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ഈ പായസം വെച്ച് കൊടുക്കാം. കുട്ടികളൊക്കെ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കോളും. എന്നെ പോലത്തെ കുട്ടികൾ പിന്നെ ഇതിന് ആകെ കുറച്ചേ വേണ്ടു. ഈ ചൊവ്വരി എന്ന് പറയുന്നത് ഒരുപാടൊന്നും വേണ്ട. ഇപ്പൊ ഒരു 100 ഗ്രാമുള്ളൂ. 100 ഗ്രാമിൽ ഇത്രയും പായസമായിട്ട്. അപ്പൊ എന്നെ പോലെ കുട്ടികൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ആ പിഞ്ചു കുട്ടികൾക്ക് എന്നും പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. കഴിക്കാൻ വിളിക്കുന്നില്ലേ? പായസം കുടിക്കാൻ വരുന്നോ? എവിടെ അല്ലേ പായസം കുടിക്കാനൊക്കെ ഓണൊക്കെ അടുത്തില്ലേ. ഇനിയിപ്പോ എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ എല്ലാ പായസം കുടിക്കാൻ വരുമോ? അത് വരും. എന്താ പറയാ, അത് വരും. കാരണം എന്താ പറയാ, നമ്മുടെ പായസത്തിൽ അമ്മയുടെ സ്നേഹം കൂടി വിളമ്പിട്ടല്ലേ അമ്മ കൊടുക്കണത്. പായസം മാത്രമല്ല കേട്ടോ, ഞാൻ എന്താണെങ്കിലും അങ്ങനെ തരുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബായ്. ഒരിക്കൽ കൂടി